അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മദീനയിൽ നബിദിനമാഘോഷം നടക്കാറുണ്ട് എന്നും അവിടെ മൗലീദ് പാരായണവും അതുപോലെ തന്നെ മധുരപലഹാര വിതരണവും അങ്ങനെ തുടങ്ങി പലതും നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സാബി എന്ന വ്ളോഗർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം മദീനയിൽ നടക്കുന്ന നബിദിനമാഘോഷത്തിന്റെ ഭാഗമായുള്ള മൗലീദ് പാരായണ സദസ്സാണ് എന്ന് പറഞ്ഞ് കുറെ മുസ്ലിയാക്കന്മാർ വട്ടത്തിലിരുന്ന് മൗലീദ് പാരായണം നടത്തുന്ന ചില ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നു. ആ വീഡിയോ കണ്ട പല നബിദിനവാദികളായ ആളുകളും മദീനയിൽ നബിദിനമാഘോഷം നടക്കുന്നുണ്ട് എന്നും അതിന്റെ ഭാഗമായിക്കൊണ്ട് മൗലീദ് പാരായണവും മധുരപലഹാര വിതരണവും ഒക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ മുസ്ലിയാരുടെ വീഡിയോ കണ്ട് വിശ്വസിക്കുകയും അത് വാട്സപ്പ് ഗ്രൂപ്പിലും മറ്റും ഷെയർ ചെയ്യുകയും പല രീതിയിലുള്ള കമന്റുകൾ എഴുതി വെക്കുകയും ഒക്കെ ചെയ്തു. സ്വാഭാവികമായും മദീനയിലെ നിയമങ്ങളും മദീന പണ്ഡിതന്മാരുടെ പ്രസ്താവനകളും കാര്യങ്ങളുമൊക്കെ അറിയുന്ന ആളുകൾ സാബിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടക്കി കൊട്ടയിൽ കെട്ടിക്കൊടുത്തു. ഉംറക്ക് കൊണ്ടുപോയ ആളുകളെ വെച്ച് ചെയ്ത കള്ളത്തരം വലിയ മണ്ടത്തരമായി പോയി എന്ന തിരിച്ചറിവിലൂടെ അദ്ദേഹം ആ വീഡിയോ റിമൂവ് ചെയ്തു കളഞ്ഞു. എന്നാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന രൂപത്തിൽ തൽക്കാലം രക്ഷപ്പെടാമെന്ന രീതിയിൽ വീഡിയോ റിമൂവ് ചെയ്തിരുന്നെങ്കിലും അത് കള്ളത്തരമാണ് എന്ന് സമൂഹം മൊത്തത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് അത് റിമൂവ് ചെയ്തത് എന്ന് ആ വീഡിയോ ഷെയർ ചെയ്ത നബിദിനവാദികൾ പോലും സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ ആ സാബി വ്ളോഗറെ രക്ഷിക്കാൻ റാസ വ്ളോഗർ വന്നിരിക്കുകയാണ്. മാഞ്ഞാളം വർത്താനം പറഞ്ഞ് യാക്കൗമിനെ പൊട്ടനാക്കുന്ന വ്ളോഗറുടെ ആ സംസാരം കേൾക്കാം. തന്നെ കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ദീനി പ്രചരണത്തിന് ഉതകുന്ന വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് റബീഉൽ അവ്വൽ വന്നപ്പോൾ പരിശുദ്ധമായ മൗലിദിനെ കുറിച്ച്, മീലാദ് ഷരീഫിനെ കുറിച്ചൊക്കെ കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വൈറലായി ജനങ്ങൾ സത്യം മനസ്സിലാക്കാൻ തുടങ്ങി. സാബി വ്ളോഗറുടെ വീഡിയോ കണ്ട് ജനങ്ങൾ സത്യം മനസ്സിലാക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്താണാവോ ജനങ്ങൾ മനസ്സിലാക്കിയ സത്യമെന്ന് മനസ്സിലായിട്ടില്ല. നബിദിനമാഘോഷം മദീനയിൽ നടക്കുന്നു എന്ന് പറഞ്ഞ് പച്ച കളവ് പ്രചരിപ്പിച്ചു കുറെ കുബൂരി പുരോഹിതന്മാരും കുറെ കുഞ്ഞാടുകളായ നബിദിനവാദികളും അവിടെ ഇരുന്നു കൊണ്ട് മൗലീദ് പാരായണം നടത്തുന്ന ഏതാനും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടാണ് മദീനയിൽ നബിദിനമാഘോഷം നടക്കുന്നുണ്ട് എന്ന് പച്ച നുണ വെച്ച് കാച്ചിയത്. അത് കയ്യോടെ പിടികൂടിയപ്പോൾ വീഡിയോ റിമൂവ് ചെയ്ത് മുങ്ങുകയാണ് ചെയ്തത്. അവൻ സത്യസന്ധനാണ് എങ്കിൽ എന്തിനാണ് വീഡിയോ റിമൂവ് ചെയ്തത്? ആരെയാണ് അവൻ പേടിക്കുന്നത്? സാബി വ്ളോഗർ പറഞ്ഞത് നമുക്കൊന്ന് കാണാം. 12 നബിദിനത്തിന് തന്നെ നബിതങ്ങളുടെ ചാരത്തേക്ക് എത്താൻ കഴിഞ്ഞു. 1500-ാം ജന്മദിനാണ്. മദീനയിൽ സാധാരണ എല്ലാവരും പറയാറുണ്ട്, ഇവിടെ നബിതങ്ങളുടെ മൗലിദ് ആഘോഷങ്ങളോ അല്ലെങ്കിൽ നബിദിന പരിപാടിയോ മധുരപാനീയങ്ങൾ വിതരണം ചെയ്തതൊന്നുമില്ല, നാട്ടിൽ മാത്രമാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ്. കാരണം നമ്മളിവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരുന്ന് മൗലിദ് ചൊല്ലുന്നു, ഒരുപാട് ആളുകൾ മധുരപാനീയങ്ങൾ വിതരണം ചെയ്യുന്നു, ഒരുപാട് ആളുകൾ നബിദിനം ആഘോഷിക്കുകയാണ്. അപ്പൊ നമ്മൾ വരെ ഇവിടെ മൗലീദൊക്കെ ചൊല്ലി മധുകൾ കണ്ടില്ലേ സഹോദരങ്ങളെ? അവിടെ ആരാണ് മൗലീദ് പാരായണം നടത്തുന്നത്? സാബിയുടെ കൂടെ വന്ന കുറെ ആളുകളാണ് അവിടെ വട്ടത്തിലിരുന്ന് മൗലീദ് പാരായണം നടത്തുന്നത്. ആരാണ് അവിടെ നബിദിനം ആഘോഷിക്കുന്നത്? കുറെ സൂഫികളും ഈ പറയുന്ന സാബിയുടെ കുറെ ടീമും തന്നെയാണ്. അല്ലാതെ അവിടെ മദീനയുടെ ഗവൺമെന്റ് ആണോ, ഔദ്യോഗികപരമായിട്ടാണോ? ഒന്നുമല്ല. നമ്മൾ മദീനയിൽ നബിദിനം ആഘോഷിക്കുന്നുണ്ട്, മക്കയിൽ നബിദിനം ആഘോഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഔദ്യോഗികപരമായി അങ്ങനെ ഉണ്ടോ? അവിടെയുള്ള ഗവൺമെന്റ് അത് അംഗീകരിക്കുന്നുണ്ടോ? അവിടെയുള്ള ഇമാമമാർ അത് അംഗീകരിക്കുന്നുണ്ടോ? അവിടെയുള്ള പണ്ഡിതന്മാർ അത് അംഗീകരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതായിരുന്നു അവൻ സത്യസന്ധനാണ് എങ്കിൽ കാണിക്കേണ്ടത്. അവൻ അവിടെ കുറെ കേരളത്തിൽ നിന്ന് പോയ കുബൂരികൾ നബിദിനമാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് കാണിച്ചുകൊണ്ട് മദീനയിൽ നബിദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് അവൻ കേരളത്തിൽ നബിദിനം ആഘോഷിക്കുന്നത് കാണിച്ചിട്ട് കേരളത്തിൽ നബിദിനം ആഘോഷിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണല്ലോ. അവിടെ പോയാലും ഇവിടെ പോയാലും കുബൂരികളാണല്ലോ, സമസ്തക്കാർ തന്നെയാണല്ലോ. അവരുടെ വിശ്വാസവും ആശയവും ഒന്നു തന്നെയാണല്ലോ, ഒരു മാറ്റവുമില്ലല്ലോ. പിന്നെ എന്തിനാണ് ഇവന്റെ കൂടെ ഉംറക്ക് വന്ന ആളുകളുടെയൊക്കെ വീഡിയോ എടുത്ത് ഇവിടെ നബിദിനമാഘോഷം നടക്കുന്നുണ്ട് എന്നും കേരളത്തിലെ ആളുകൾ പറയുന്നത് കളവാണ് എന്ന രൂപത്തിലൊക്കെ സംസാരിച്ച് വീഡിയോ ഇറക്കിയത്? ജനങ്ങളെ കബളിപ്പിക്കാനല്ലാതെ പിന്നെ എന്തിനാണ്? അത് കയ്യോടെ പിടികൂടിയപ്പോൾ വീഡിയോ റിമൂവ് ചെയ്ത് തടിയൂരിയ സാബിയെ വെളുപ്പിക്കാൻ വന്ന റാസിയുടെ തൊലിക്കട്ടിയെ കുറിച്ച് വഹാബ് സഖാഫി പറഞ്ഞു തരും. അതെ, ഇതിനൊന്നും അല്പസ്വല്പം തൊലിക്കട്ടിയൊന്നും പോരാ, വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം ഈ രീതിയിൽ വന്ന് മെഴുകാൻ വേണ്ടി. നമ്മുടെ കുറച്ച് ആളുകൾ ചില വഹാബിയൻ ഐഡിയോളജി ഉള്ള നമ്മുടെ സഹോദരങ്ങൾ പറയാൻ തുടങ്ങി, ഇവനെ ഇനി മക്കത്ത് കയറ്റൂല, ഇവനെ മദീനത്ത് കയറ്റൂല, ഇവനെ അങ്ങ് ബാൻ ചെയ്ത് കളയും. എന്താ അല്ലേ, വല്ലാത്ത സംഭവം തന്നെ. ഒരുത്തൻ കളവ് പറഞ്ഞ് കുടുങ്ങി വീഡിയോ റിമൂവ് ചെയ്തു. അതിനെ വെളുപ്പിക്കാൻ വന്നവൻ അതിനേക്കാളും വലിയ കളവ് പറയുകയാണ്. കള്ളം പറഞ്ഞ് പിടികൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പല കള്ളവും പറയേണ്ടി വരുമെന്നൊക്കെ പറയുന്ന രൂപത്തിലായി പോയി ഇത്. എങ്ങനെ ഉസ്താദിന്റെ അല്ലേ ശിഷ്യന്മാർ അച്ചാറ് ചേർത്ത് ബിരിയാണി കഴിക്കുന്നത് പോലെ വല്ലാഹി പറഞ്ഞ് പച്ചക്കളവുകൾ പറയുന്ന ഉസ്താദിന്റെ ശിഷ്യന്മാരാകുമ്പോൾ ഇതുപോലെ കള്ളത്തരങ്ങളല്ലാതെ മറ്റെന്താണ് വരിക വായിൽ നിന്ന്? ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. വല്ലാഹി വന്നാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ
അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഇതറിയുന്നത് കൊണ്ട് തന്നെയാണ് മുസ്ലിയാക്കന്മാരെ ഞങ്ങൾ നമ്പാത്തത്. കേട്ടില്ലേ നിങ്ങൾ പറയുന്നത്? കാന്തപുരത്തിന്റെ ശിഷ്യനായ ഹസൻ സക്കാഫി പറയുന്നു, ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും, ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പാച്ച കളവായിരിക്കുമെന്ന്. പിന്നെ ശിഷ്യന്മാരിൽ ഈ രീതിയിൽ കള്ളത്തരമല്ലാതെ മറ്റെന്താണ് വരിക? ഇവരുടെ തറവാട്ട് സ്വത്താണോ മക്കയും മദീനയും? അല്ല, അറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. അവൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക മക്കയും മദീനയും ഒക്കെ വഹാബികളുടെ തറവാട്ട് സ്വത്താണോ എന്ന്. ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. റഹ്മത്തുള്ള കാസിമി പണ്ട് പറഞ്ഞില്ല ഉളുപ്പ്. ഉളുപ്പ് എന്നൊരു വാക്കുണ്ട്. ഉളുപ്പ് 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 എന്നത് ഉളുപ്പ് എന്നുള്ളത് അയാൾ ജനിച്ച നാട്. ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതില്ലാത്തത് കൊണ്ടാണല്ലോ സാബിയെ മെഴുകാൻ വേണ്ടി ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കി മെനക്കെട്ട് നോക്കുന്നത്. ഏതായാലും നടക്കട്ടെ, എന്താണ് ബാക്കി പറയാനുള്ളത് പറ. കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ യഥാർത്ഥത്തില് ഇതാണ് ഈ വഹാബിയൻ ഐഡിയോളജിയുടെ ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഏതായാലും പറയട്ടെ, എന്താണ് വഹാബികളുടെ ഐഡിയോളജി അതൊന്ന് പറഞ്ഞേ. ഇവർ വളരെ അക്ഷമരാണ്, ഇവർക്ക് തീരെ ക്ഷമ ഉണ്ടാവില്ല. അത് പലപ്പോഴും മുജാഹിദുകളുടെ പ്രോഗ്രാമൊക്കെ അലങ്കോലമാക്കുന്ന സമസ്തക്കാരുടെ സ്വഭാവം കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാതെ സ്റ്റേജുകൾ അടിച്ചു പൊളിച്ചും പെട്രോൾ ബോംബെറിഞ്ഞും അക്രമങ്ങൾ അഴിച്ചുവിട്ടും പല മുഖാമുഖങ്ങളും പല പൊതുപരിപാടികളും പല പ്രോഗ്രാമുകളും അലങ്കോലപ്പെടുത്തുന്നതും അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് തന്നെ അക്ഷമരായ ആളുകൾ ആരാണ് എന്ന് കേരള സമൂഹത്തിന് കൃത്യമായി അറിയാം. ബാക്കി പറ. തീവ്ര സ്വഭാവമുള്ള ആളുകൾ നിങ്ങൾ നോക്കിക്കോ, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ താഴെ വന്ന് എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും വിളിക്കും, പച്ചത്തെറി വിളിക്കും, ചറപാറ കള്ള കാഫിറെ മുശിരിക്കെ മറ്റവനെ മറിച്ചവനെ ഒരു ഉളുപ്പുമില്ലാതെ ഇസ്ലാമിന്റെ പേരിൽ ഇതിനെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം എന്നേ പറയാൻ വേണ്ടി പറ്റും. മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രഭാഷണ വീഡിയോകൾക്ക് ചുവടെ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും സമസ്തയുടെ സൈബർ പോരാളികൾ അടക്കമുള്ള മുസ്ലിയാക്കന്മാർ വന്നുകൊണ്ട് പച്ചത്തെറികളും പച്ചത്തോന്നിവാസങ്ങളും എഴുതി വെച്ച് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവരുടെ പല പ്രഭാഷണങ്ങളിൽ പോലും പച്ച തോന്നിവാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ പോലും തെറിപ്പൂരങ്ങളാണ് മുസ്ലിയാക്കന്മാർ വന്ന് നടത്താറുള്ളത്. അതൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കേൾപ്പിക്കണോ മുസ്ലിയാരെ? സാമ്പിളിനൊന്ന് ഞാൻ കേൾപ്പിക്കാം. എത്ര തന്തടാ നിങ്ങൾക്ക് എത്ര തന്തടാ? വീട്ടിൽ നിന്ന് വിളിച്ച് ചോദിച്ചോക്കടാ തന്താരാന്ന്. വല്ല പന്നിക്കുണ്ടായതാവും നിങ്ങളൊക്കെ. അല്ലാതെ ഈ വക വേഷം കെട്ട് ചെയ്യോ? നായിന്റെ മക്കള് പന്നിക്ക് മക്കളുണ്ടായ പോലെ കൊറോണത്തിന് ഉണ്ടാക്കിയിട്ടിട്ട് അഡ്രസ്സും കൊടുത്തേക്ക, മുജാഹിദ് എന്ന് പേരിട്ടിട്ട് നടത്തിയേക്ക. കൂത്തിച്ച് മക്കള് ആണും പെണ്ണും കെട്ടവന്മാരാന്ന് ഞാൻ വെറുതെ പറഞ്ഞാളാ. നായിന്റെ മക്കളെ നിങ്ങളേനെ കഴിവേറി മക്കളെ. ഒരു ഗ്രൂപ്പിലും നിങ്ങളെ കാണാൻ പാടില്ല. കേട്ടില്ലടാ കൂത്തിച്ചി മക്കളെ. മുസ്ലിയാരുടെ ആ ഡയലോഗ് അടി കൊണ്ട് മാത്രമാണ് ഞാൻ കേൾപ്പിച്ചത്. എൻ്റെ ശ്രോതാക്കളോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഇവൻ ആരാണ് എന്നും ഏതാണ് എന്നൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ മുസ്ലിയാർ ചോദിച്ചതുകൊണ്ട് മാത്രം കാണിച്ചതാണ്. ഇത് മാത്രമല്ല, ഇവരുടെ വലിയ മുസ്ലിയാക്കന്മാരായ ആളുകൾ തന്നെ വിളിച്ച തെറിപ്പൂരങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. തൽക്കാലം സാമ്പിളിനൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ബാക്കി മുസ്ലിയാർ പറയട്ടെ. ഡാഷ്മോനെ തൗഹീദിലേക്ക് ഇങ്ങനെയൊക്കെയാണ് റസൂലുള്ള ദഅവത്ത് ചെയ്തിരുന്നതെങ്കിൽ ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിക്കുമായിരുന്നു? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. എന്നെ ഇൻബോക്സിൽ വന്നിട്ട് പച്ചത്തെറി വിളിച്ചിട്ട് വാടാ തൗഹീദിലേക്ക്, എടാ നീ മറ്റവനാണ് മറിച്ചവനാണ്, നീ വാടാ മുജാഹിദിലേക്ക്, ഔ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലടാ ഡാഷ് മോനെ. ഇവനോട് തൗഹീദിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചു എന്നാ പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടല്ലോ ഒരു മുസ്ലിയാർ ചീത്ത വിളിക്കുന്നത്. എന്ന പോലെ മുസ്ലിയാക്കന്മാരിൽ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മുസ്ലിയാർ തന്നെയായിരിക്കും. കമന്റ് ബോക്സ് എല്ലാവരും നോക്കും, എല്ലാവരും അത് വായിക്കും. അത് വായിക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കട്ടെ മുജാഹിദുകളെ എന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ എഴുതി വെക്കുന്നതാണ്. ഫേക്ക് ഐഡിയിലൂടെ സംഖ്യകളൊക്കെ ചെയ്യുന്ന അതേ കലാപരിപാടി. ഒരിക്കലും ഒരു മുജാഹിദുകാരൻ ഇവൻ പറഞ്ഞ രൂപത്തിൽ തെറി വിളിച്ചുകൊണ്ട് തൗഹീദിലേക്ക് ക്ഷണിക്കില്ല. അതെല്ലാവർക്കും അറിയാം മുജാഹിദുകൾ എങ്ങനെയാണ് എന്ന്. മാഞ്ഞാള വർത്തമാനം പറഞ്ഞ് ജനങ്ങളോട് ഈ രീതിയിൽ പച്ച നുണ വെച്ച് കാച്ചിയാൽ ആളുകൾ അങ്ങോട്ട് വിശ്വസിച്ചോളും എന്ന് വിചാരിച്ചാണ് ഈ തലയിക്കെട്ട് മൊല്ലാക്ക ഈ രീതിയിൽ പച്ച നുണ വെച്ച് കാച്ചുന്നത്. എന്നാൽ ഇവന്റെയൊക്കെ നേതാക്കന്മാരായ വലിയ മുസ്ലിയാക്കന്മാര് തന്നെ വലിയ വായിൽ പച്ചത്തെറികൾ വലിയ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് കണ്ടു നോക്കൂ. നിന്റെ മാപ്പന്റെ സ്കൂള് മുജാഹിദിനെ പറയാക്കാൻ
ജമാഅത്തിനെ തീട്ടമാക്കാൻ, മുജാഹിദിനെ വരയാക്കാൻ, ജമാഅത്തിനെ തീട്ടമാക്കാൻ അവർ ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാവിടെ ആര് പോകോ? ഇന്നലെ വരെ ട്രൗസർ ഇട്ട് നടന്നിട്ട് ഒന്ന് കോണം കെട്ടിയാവിടെ ആര് പോകോ? എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവർ, ഖുർആനിക്ക് മെന്റലായി പ്രസംഗിക്കുന്ന ഒരു വായാടിയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, കാന്തപുരത്തെ സഖാവ് എന്ന് വിളിക്കാൻ അവൻ ഖുർആനിന്റെ ആയത്തുകൾ ഓതുകയാണ്. കേട്ടിലെ സഹോദരങ്ങളെ, മധുരമുള്ള ശബ്ദത്തിൽ ഇമ്പമാർന്ന ഈണത്തിൽ ഭാവിയുടെ വരദാനമാകേണ്ട മക്കളെ വളർത്തിയെടുക്കുവാൻ നസീഹത്തോടു കൂടി നൽകുന്ന ഉപദേശം ഇനി ബാക്കി മുസ്ലിയാർ പറയട്ടെ. തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ജാതി സ്ഫോടനാത്മക സ്വഭാവമുള്ളവരാണ് വഹാബിയൻ ഐഡിയോളജികൾ ഉള്ളവർ. അതേ വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ സ്ഫോടനാത്മക സ്വഭാവം കാണിക്കുന്ന ആളുകൾ ആരാണ് എന്ന് അത് കേരള സമൂഹം പലപ്പോഴും കണ്ടതാണ്. ജമിയത്തുൽ ഇഹ്സാനെയും ടൈഗർ ഫോഴ്സും ഒക്കെ രൂപീകരിച്ച് കേരളക്കര മലീമസമാക്കാൻ ശ്രമിച്ച ആളുകൾ ആരാണ് എന്ന്, അവരുടെ ചെയ്തു വെച്ച പേക്കൂത്തുകൾ എന്താണ് എന്ന് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ മുസ്ലിയാർ പറയുന്ന രംഗം നമുക്ക് കാണാം. നിങ്ങൾ ആരവിടെ പെർമാണികള്? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണ? എടോ, ഇത് ഇന്ത്യ രാജ്യ. ഇത് അവരവർ വിശ്വസിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് ജീവിക്കാനും വിശ്വസിക്കാനും ആ വിശ്വസിക്കുന്ന ആശയത്തെ പ്രചരിപ്പിക്കാനും ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. അതിന് നിങ്ങൾ ഈ കാന്തപുരത്തിന്റെ ഗുണ്ടായിസം, പണ്ടത്തെ ടൈഗർ ഫോഴ്സ്, ജമിയത്തുൽ ഇഹ്സാനിയ, ആൾക്കാരെ കൊല്ലല്, അമുസ്ലിമീങ്ങളെ വാഹനങ്ങൾ കട്ടുകൊണ്ടുവരല്, സിനിമാ ടാക്കീസിന് തീ കൊടുക്കല്, കള്ളിഷാപ്പ് കത്തിക്കല്, അങ്ങനൊക്കെ ഗുണ്ടായിസം നടത്തിയ ഒരു കാലങ്ങൾക്ക് ഉണ്ടായിരുന്നു. കേട്ടില്ലേ സഹോദരങ്ങളെ, എന്തൊക്കെ സ്വാലിഹായ പ്രവർത്തനങ്ങളാണ് കേരളത്തിന്റെ മണ്ണിൽ ഈ പുരോഹിത വർഗം ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന്. എന്നിട്ടാണ് ഇവിടെ വേശ്യയുടെ ചാരിത്ര പ്രസംഗം പോലെ മുജാഹിദിന്റെ മെക്കിട്ട് കയറാൻ ഈ പുരോഹിത വർഗം മാഞ്ഞാളം വർത്താനം പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത്. ബാക്കി കൂടി മുസ്ലിയാർ തള്ളട്ടെ. നമ്മൾ പറയുകയാണെങ്കിൽ ഇവരുടെ കയ്യിൽ അധികാരമുണ്ടോ? ഇവരവിടെ എല്ലാം തകർത്തുകളെ. അധികാരം ഇവരുടെ കയ്യിലുണ്ടെങ്കിലാണ് ഇവരുടെ ഏറ്റവും ദുഷിച്ച സ്വഭാവം നമുക്കറിയാൻ പറ്റുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് 1925 മുൻപുണ്ടായിരുന്ന ജന്നത്തുൽ ബഖിയ മുഅല്ലയൊക്കെയാണ്. എന്താ അവിടെ നിങ്ങൾ കാണുന്നത്? മക്ബറകൾ മുഴുവൻ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് മനോഹരമായിട്ട്. എന്നാൽ അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നതോ, ഇപ്പം നിങ്ങൾ കാണുന്നത് വഹാബിയൻ ഗവൺമെന്റ് 925 ശേഷം ഭരണം കിട്ടിയപ്പോൾ അവർ പൊളിച്ചടുക്കി കളഞ്ഞതാണ്. ഇപ്പൊ ചില വഹാബിന് പറയുന്നത് എന്താ, ഇവിടെ വേറെ രാജ്യങ്ങളിലേ ഉള്ളൂ കെട്ടിപ്പൊക്കിയ മക്ബറയൊക്കെ, മക്കത്തും മദീനത്തും ഇല്ല, നബി ജനിച്ച നാട്ടിലില്ല. ഇത് ബുദ്ധിയുള്ള മനുഷ്യന്മാരോട് പറയാൻ പറ്റുമോ? ഇവരുടെ കയ്യിൽ അധികാരം കിട്ടിയപ്പോൾ കേവലം 100 വർഷമായിട്ടേ ഉള്ളൂ ഇതൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് മനോഹരമായി മക്ബറകളും മസാറുകളും ഒക്കെ ഭംഗിയായി നിലനിന്ന ഇടം തന്നെയാണ് ജന്നത്തുൽ ബഖിയ മുഅല്ലയൊക്കെ. എന്താണ് ഇവിടെ മാഞ്ഞാളം മുസ്ലിയാർ പറഞ്ഞു വെച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ ഈ വഹാബികൾ ഭരണത്തിലെത്തുന്നത് വരെയും അവിടെ കബറുകളൊക്കെ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ഇന്ന് കേരളക്കരയിലടക്കം കാണുന്ന കബറുകൾ കെട്ടിപ്പൊക്കിയ രൂപത്തിൽ പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ കബറുകൾ കെട്ടിപ്പൊക്കി അങ്ങനെ വെച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ മുസ്ലിയാർ പറഞ്ഞു വെച്ചത്. ഇവന്റെ ഈ കപട മാഞ്ഞാള വർത്തമാനമല്ലാതെ അതിനപ്പുറം ഇവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു സത്യസന്ധതയുടെ അംശമെങ്കിലും ബാക്കിയുണ്ട് എങ്കിൽ ഇവൻ തെളിയിക്കണം. ഇവൻ പരസ്യമായി വീഡിയോ ചെയ്ത് തെളിയിക്കണം. പ്രവാചകന്റെ കാലഘട്ടം മുതൽ തന്നെ കബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. ബദറിലും ഉഹദിലും അടക്കം യുദ്ധങ്ങളിൽ ഷഹീദായ ഒരുപാട് ശുഹദാക്കളുണ്ട്. അല്ലാതെ മരണപ്പെട്ടു പോയ ഒരുപാട് സഹാബാക്കളുണ്ട്. അവരുടെയൊക്കെ കബറുകൾ പ്രവാചകന്റെ നേതൃത്വത്തിൽ കെട്ടിപ്പൊക്കിയത് കാണിക്കാൻ നിന്നെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. തീർന്നില്ല. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബർ കെട്ടിപ്പൊക്കിയത് ആരാണ്? 4 ഖലീഫമാരാണോ? അതിനുശേഷമുള്ള ആരാണ് പ്രവാചകന്റെ കബർ കെട്ടിപ്പൊക്കിയത്? രേഖാമൂലം നീ കാണിക്കണം. അതുപോലെ തന്നെ 4 ഖലീഫമാർ അവരുടെ കബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ നീ അതൊന്ന് കാണിക്കണം. ജന്നത്തുൽ ബഖീയിലൊക്കെ കബറുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് എന്നാണല്ലോ നീ പറഞ്ഞു വെച്ചത്. എങ്കിൽ നീ അത് രേഖാമൂലം കാണിക്കണം. നിന്റെ ഈ മാഞ്ഞാളം പറച്ചിലിനപ്പുറം സത്യസന്ധത തൊട്ട് തീണ്ടിയിട്ടുണ്ടോ എന്ന് സമൂഹം അറിയട്ടെ. നീ ആൺകുട്ടിയാണ് എങ്കിൽ അതൊന്ന് തെളിയിക്ക്. പിന്നെ സെലഫികൾക്ക് ഭരണം കിട്ടിയപ്പോൾ ഉയർത്തപ്പെട്ട കബറുകൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ തെളിവുകളും കാരണങ്ങളുമുണ്ട്. സെലഫികൾ നേരം പോക്കിന് ചെയ്ത കാര്യമല്ല അതൊന്നും. ഇനി ബാക്കി പുരോഹിതൻ തള്ളട്ടെ. അധികാരം കിട്ടിയാലാണ് ഇവരുടെ ഏറ്റവും ദുഷിച്ച സ്വഭാവം നമുക്ക് പ്രകടമാവുക. അതിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന അതിതീവ്ര ചിന്താഗതിക്കാരനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഇബ്നു അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ
പാതയിലല്ലാതെ പുതിയ ഒരു വഴി വെട്ടി വന്ന മനുഷ്യനാണ്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ, ജൂതന്മാരുടെ സഹായത്തോടുകൂടെ ഇസ്ലാമിന്റെ ഉള്ളിൽ ഭിന്നതയുണ്ടാക്കണം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുകയും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉള്ളിലേക്ക് ഇന്റർഫിയർ ചെയ്യുകയും ചെയ്തൊരു മനുഷ്യനാണ്. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അഹമ്മദ് സൈനി ദഹ്ലാനെ പോലെയുള്ള പെരിച്ചായികൾ എഴുതി വെച്ച പച്ചനുണകൾ വായിച്ചു പഠിച്ചാൽ നിനക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുക. അത് തന്നെയാണല്ലോ അവന്റെയും നിന്റെയും നിന്റെ നേതാക്കന്മാരുടെയും കുലത്തൊഴിൽ. കളവ് പറയുക എന്നതൊരു കുലത്തൊഴിൽ പോലെ പാരമ്പര്യമായി കൊണ്ടു നടക്കുന്ന ആളുകളാണല്ലോ. അതിൽ ചെറുതും വലുതും വ്യത്യാസമുണ്ടോ? അത് കൂടെ കടന്നവൻ തന്നെ പറയട്ടെ. അവനാണല്ലോ രാപ്പനി നന്നായി അറിയുക. അല്ലാഹുവിന്റെ ദീന് ഹഖായി പറഞ്ഞ ആളുകളെയും ആ ശരിയായ ദീനിന്റെ വാഹകരെയും ആരെയൊക്കെ നിങ്ങൾ ഇവിടെ വ്യാജന്മാരാക്കിയിട്ടുണ്ടോ, കള്ളന്മാരാക്കിയിട്ടുണ്ടോ, ആ പണി ഇവിടെ കേരളത്തിൽ നടക്കൂല. അത് പച്ച നോണ വിളിച്ചു പറയാം. നോണ അതിന് പ്രായമുള്ളവരും കണക്കാണ്, ചെറുപ്പക്കാരും കണക്കാര്. കുല്ലുഹും മജ്മഉൻ നോണ പറയാനായിട്ട് ഇഹ്റാം കെട്ടി ഇറങ്ങിക്കുന്നു. ഇപ്പൊ ഇവിടെ നോണ പറഞ്ഞൊരു ചങ്ങായി ഉണ്ട് കാര്യമായിട്ട്. അതാ കീശേരിക്കാരനാ, ഒരു പ്രായമുള്ള ചെങ്ങായി. അയാൾ അടവൊക്കെ തെറ്റി സേട്ട് പിടിച്ചോണ്ടാനയക്കണെന്ന്. ഇനി നിരക്ക ഒന്നും ബാക്കിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ച്, പടച്ചോനെ ഈ കാക്കാക്ക് മരണത്തെക്കുറിച്ച് യാതൊരു ബോധമല്ലേ? ചെറുപ്പക്കാരാണ്, മരണത്തിന് ഇപ്പൊ പ്രായമൊന്നും പ്രശ്നമല്ല. ഇവിടെ തൊഴിയൂർ സക്കാഫി പറഞ്ഞത് തന്നെയാണ് നിന്നോടും നിന്നെ പോലെയുള്ള മുസ്ലിയാക്കന്മാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. കേരളത്തിന്റെ മണ്ണിൽ ഇനി അത് നടക്കില്ല. നിന്നെ പോലെയുള്ള ആളുകൾ വന്ന് യഥാർത്ഥ ദീൻ പറയുന്ന ആളുകളെ, യഥാർത്ഥ ഹക്ക് പറയുന്ന ആളുകൾക്കെതിരെ പച്ച നുണകൾ വെച്ച് കാച്ചുമ്പോൾ അതൊക്കെ എപ്പോഴും ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് നിന്നെ പോലെയുള്ള ആളുകൾക്ക് ധാരണയുണ്ടെങ്കിൽ അതൊക്കെ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടവരോ എന്ന വ്യത്യാസമില്ലാതെ പണ്ഡിതന്മാർക്കും പ്രബോധകർക്കും നേരെ പച്ച നുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിന് പ്രായവ്യത്യാസമില്ല, ചെറുതും വലുതും ഒക്കെ കണക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് മുസ്ലിങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ചവൻ ആരാണ് എന്ന്. ഇന്ന് രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് അമ്പലക്കടവ് അമീദ് ഫൈസി ഒരു ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്ന ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. കേട്ടില്ലേ അമ്പലക്കടവ് അമീദ് ഫൈസി പറയുന്നത്? ഒരേ ആശയക്കാരാണ്, ഒരേ ആദർശക്കാരാണ്, ഒരേ ശിർക്കിലും ഒരേ ഖുറാഫാത്തിലും ഒരേ ബിദ്അത്തിലും മുങ്ങിക്കുളിച്ച് നടക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. എന്നിട്ട് പറയുന്നത് കേട്ടില്ലേ, ജൂതചാരൻ എന്ന് ന്യായമായും സംശയിക്കുന്നു എന്ന്. ഇത് അമ്പലക്കടവിന്റെ സംശയമാണ് എങ്കിൽ മറ്റൊരു മുസ്ലിയാര്, ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു മുസ്ലിയാര്, അദ്ദേഹം പറയുന്നതും കൂടി നമുക്കൊന്ന് കേൾക്കാം. 1989 മുതൽ ഇങ്ങോളം മുസ്ലിം ഉമ്മത്ത് എവിടെയൊക്കെ തമ്മിലടിച്ചിട്ടുണ്ടോ, എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്ത് വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുണ്ടോ, എവിടെയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർത്തിട്ടുണ്ടോ, അതിന്റെയൊക്കെ സൂത്രധാരണം അവസാനം വരെ മുസ്ലിം ഉമ്മത്ത് തകരുന്നതിന് മറുപടി പറയേണ്ട ഏക വ്യക്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ്. വേദനയോടെ പറയാം, നമ്മളൊക്കെ ഒരു കാലഘട്ടം അയാളുടെ കയ്യിൽ ആദർശമുണ്ട് എന്ന് ചിന്തിച്ച് നടന്നവരായിരുന്നു. ഇല്ല എന്ന് പൂർണ്ണ ആദർശം പോയിട്ട് ദീന് തന്നെ. സ്വന്തം ഉസ്താദിനെ കുറിച്ച് ശിഷ്യൻ പറയുന്നതാണ്, ആദർശം പോയിട്ട് ദീന് തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരുമെന്ന്. മനസ്സിലായല്ലോ? കേവലം ഒരു ജൂതചാരൻ എന്നതിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. ഇയാൾ അതിനു മാത്രം ഇവിടെ ഫിത്നയുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. കേരളത്തിൽ നടക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനിടയിൽ നടക്കുന്ന സർവ്വ പ്രശ്നങ്ങൾക്കും കാരണക്കാരൻ ഏക വ്യക്തി, അതാണ് നിങ്ങൾ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്ന, നിങ്ങൾ ഔലിയാക്കളുടെ മുഷാവറയിൽ അംഗം എന്ന് പറയുന്ന, നിങ്ങൾ ഖമറുൽ ഉലമ എന്ന് പറയുന്ന, നിങ്ങൾ കൈപിടിച്ചു മുത്തുന്ന, പ്രവാചകനെ കാണാൻ ടിക്കറ്റ് മുറിച്ചു കൊടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയ, അള്ളാഹു താല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കാന്തപുരം അറിയാതെ ചെയ്യില്ല എന്ന് വരെ പറഞ്ഞു വെച്ച സാക്ഷാൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്. ഇതൊക്കെ പച്ചയ യാഥാർത്ഥ്യമല്ലേ? നമ്മളൊക്കെ കണ്ടും അറിഞ്ഞും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന കാര്യമല്ലേ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഫിത്ന എന്ന് സ്വന്തം ശിഷ്യന്മാർ തന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിലൂടെ പരസ്യപ്പെടുത്തിയ വ്യക്തിയുടെ ശിഷ്യനാവെന്ന് പറയുന്നത് അഹ്ലുസുന്നയുടെ പണ്ഡിതനെ കുറിച്ച് പച്ച നുണകൾ.
തിയറികൾ അനുസരിച്ച് ജീവിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരുപാട് ആശയാദർശങ്ങളെ, ആ സ്ഫോടനാത്മകമായ ചിന്താഗതികളെ കൊണ്ട് നടക്കുന്നവരെയാണ് ഇബ്നു അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിയിട്ട് വഹാബികൾ എന്ന് പറയുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ നാമമായ വഹാബിലേക്ക് ചേർത്തിയിട്ടൊന്നും അല്ലേ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ഇദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ സേവനം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ, ഇദ്ദേഹം സുന്നികളായ ഒരുപാട് ഉലമാക്കളെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്, ക്രൂരമായ കൊല നടത്തിയിട്ടുണ്ട്, കൊള്ളയടിച്ചിട്ടുണ്ട്. കഅബാലയത്തിന്റെ അടുക്കലുണ്ടായിരുന്ന അന്നൊക്കെ നേർച്ചക്കുറ്റി ഉണ്ടായിരുന്നു. അതൊക്കെ ഇന്നിപ്പോ നേർച്ചക്കുറ്റി ഉണ്ടോ എന്നാണ്. ഇന്നിപ്പോ നേർച്ചക്കുറ്റിയുടെ ആവശ്യമൊന്നുമില്ല. ഹജ്ജിന് പോകണമെങ്കിൽ ഹജ്ജിനും ഉംറക്കൊക്കെ നല്ല പൈസ കെട്ടി വെച്ചിട്ട് തന്നെയാണ് അവിടെ പോയി ഹജ്ജ് ഉംറ ചെയ്യണത്. അല്ലാതെ വെറുതെ ഒന്നും സൗദി ഗവൺമെന്റ് കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിക്കുന്നില്ല. ഞാൻ അതിലേക്ക് വരാം. അപ്പോ അവിടെ ഉണ്ടായിരുന്ന രത്നങ്ങൾ കൊള്ളയടിച്ചു, ബൈത്തുൽ മുഖദ്ദസ് കൊള്ളയടിച്ചു എന്നൊക്കെ ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതാണ്. ഇത് തള്ളാണെന്നും പറഞ്ഞ് വരണ്ട, രേഖകളുണ്ട് ഇവിടെ. കൃത്യമായി രേഖപ്പെടുത്തിയ മുജാഹിദുകളുടെ പുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തി. എന്തൊക്കെയാണ് ഇവൻ പറഞ്ഞു വെക്കുന്നത്? ഇവന്റെ മുസ്ലിയാർ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പല തള്ളുകളും പറഞ്ഞിട്ട് പറയും, അതിന്റെ രേഖ വേണമെങ്കിൽ ഇപ്പോൾ ചോദിച്ചോ, വണ്ടിയിലുണ്ട് എന്നൊക്കെ പറയും. അതുപോലെ ഇപ്പോൾ കയ്യിലുണ്ട് എന്ന് പറയും. ചിലപ്പോൾ മൊബൈലിലൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇവരെ മുസ്ലിയാക്കന്മാർ. ഒന്നും ഉണ്ടാവില്ല, ആരും ചോദിക്കാനൊന്നും പോയില്ലല്ലോ. പക്ഷെ വിശ്വസിച്ചോളും, ഉസ്താദ് ഇല്ലത് തന്നെയാണ് ഈ പറയുന്നത് എന്നൊക്കെ വിശ്വസിച്ചോളും എന്ന രൂപത്തിലാണ് ഈ പറയുന്നത്. എന്നതുപോലെയാണ് മുജാഹിദിന്റെ പുസ്തകത്തിലുണ്ട്, നീ ആണായി പിറന്നവനാണ് എങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള മക്കയിൽ നിന്ന് നീ പറഞ്ഞ രൂപത്തിൽ കൊള്ളയടിച്ചതിന്റെ രേഖ അതൊന്ന് നീ കാണിക്കണം. മനസ്സിലായല്ലോ? നീ അത് കാണിക്കണം. ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് കാണിക്കണം നീ. അതേപോലെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ, സുന്നി പണ്ഡിതന്മാരെ, സുന്നി പണ്ഡിതന്മാരെ, അതല്ലാതെ ഷിയാക്കളെയോ ഷിയാക്കളുടെ ചെരുപ്പ് നക്കികളായ വാരാട്ടികളായ സൂഫികളെയോ അല്ല, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരെ, സുന്നി പണ്ഡിതന്മാരെ കൊന്നത് നീ ഒന്ന് കാണിക്കണം. തള്ളുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ തള്ളിക്കൂടെ? ഇതിങ്ങനെ ഒരു കുലത്തൊഴിലാണോ? ഇവന്റെ നേതാക്കന്മാരുടെ സംസാരത്തെക്കുറിച്ച് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായ, നേരത്തെ നമ്മൾ കേട്ട തൊഴിയൂർ സക്കാഫി തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. നുണ പറയാം, നുണ 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 ഈ നുണ അങ്ങനെ തള്ളു തന്നെ തള്ളു, തള്ളോട് തള്ളു, അങ്ങനെ ആ തള്ളു പാരമ്പര്യമായിട്ട് ഇങ്ങോട്ട് പോന്ന്. എന്നിട്ടോ കൻസുൽ ബറാഹിലുണ്ട്, അതിലുണ്ട് അല്ലേ, എന്നാ ഇനിയിപ്പോൾ അത് നോക്കണ്ട, അത് നോക്കൂല. നിങ്ങൾ അങ്ങനെ കരുതിയത്, അത് നോക്കി നോക്കുമ്പോൾ അതിലെന്ത്, അത് ഒക്കെ നിങ്ങൾക്ക് എതിരാ. മമ്പുറം തങ്ങളെ ഫത്വ, എവിടെ ഫത്വ? ഉമർക്കാലി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എവിടെ ഉള്ളത്? മഹല്ലി കമ്മിറ്റി ഇറക്കിയ ബുക്ക്, മഹല്ലി കമ്മിറ്റി ഇറക്കിയ ബുക്കല്ല ഞങ്ങൾക്ക് വേണ്ടേ. കേട്ടില്ലേ സഹോദരങ്ങളെ, ഇവരുടെ കളവ് പറയുന്നതിന്റെ കോലം എങ്ങനെയാണ് എന്ന്? കളവ് ഇങ്ങനെ പാരമ്പര്യമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കളവ് പറയുന്നതിനൊന്നും ഒരു പേടിയും ഇവർക്കില്ല, മരിക്കണമെന്ന ചിന്ത പോലുമില്ല. അതുകൊണ്ട് തന്നെ എന്ത് കള്ളത്തരവും പറയും. എന്നിട്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ആ പുസ്തകത്തിലുണ്ട് ഈ പുസ്തകത്തിലുണ്ട് എന്നൊക്കെ വെച്ച് കാച്ചുകയും ചെയ്യും. അത് തന്നെയാണ് ഈ മാഞ്ഞാളക്കാരൻ ഇവിടെ ചെയ്തു വെച്ചത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഏറ്റവും വലിയ കൊമേഡി എന്താന്ന് വെച്ചാല് ഇവർക്ക് എല്ലാവരും മുഷിരിക്കാക്കി കളയും. നമുക്കിവര് പുത്തൻവാദികൾ എന്ന് പറയാൻ പാടില്ല. ഇവര് നമ്മളെ മുഷിരിക്കാക്കുമ്പോൾ നമ്മളിങ്ങനെ അതെ 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 ഞങ്ങൾ മുഷിരിക്കാന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കണം. എന്തൊരു ട്രാജഡിയാണോ അത്. രസകരമായ കാര്യം എന്താന്ന് വെച്ചാല് ഇന്ന് മുജാഹിദുകൾ കേരളത്തിൽ 8 ഗ്രൂപ്പ് ഉണ്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? 8 ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജിന്നൂരി ഉണ്ട്, ബൾബൂരി ഉണ്ട്, മടവൂരി ഉണ്ട്, എല്ലാ ഊരികളും ഉണ്ട്. ഈ 8 വിഭാഗങ്ങൾക്കും പരസ്പരം മുഷിരിക്കാണെന്നേ. മടവൂരി പറയും ജിന്നൂരി കാഫിറാണ്, മുഷിരിക്കാണ്. ജിന്നൂരി പറയും നീ മുഷിരിക്കാണ്. കണ്ടോ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും കാഫിറാക്കലാണ് ഇവരുടെ പണി തന്നെ. എന്നിട്ടാണ് മുസ്ലിം ഉമ്മത്തിന്റെ ഏറ്റവും മനോഹരമായ ആ ഒരു ഇസ്ലാമികമായ നിയമങ്ങളെ ഇവിടെ അനുസരിച്ച് ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തിന് ഇവര് കാഫിറാക്കാൻ. മാഞ്ഞാളക്കാരൻ പറഞ്ഞു വെച്ചത് കേട്ടില്ലേ? ഇവിടെ സമസ്തക്കാരെയൊക്കെ മുശ്രിക്കും കാഫിറുമാക്കാൻ നടക്കുന്നു. എന്നിട്ട് മുജാഹിദുകൾ കുറെ ഗ്രൂപ്പ് ഉണ്ട്. ഈ പറയുന്നവന്റെ ഗ്രൂപ്പ് എത്രയാ ഉള്ളത്? ഈ പറയുന്നവന്റെ ഗ്രൂപ്പ് എത്രയാ ഉള്ളത്? എന്തിനീ ഇവരുടെ ഗ്രൂപ്പുകളൊക്കെ വിട്. ഇവന്റെ AP സമസ്ത എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് തന്നെ എത്ര ഗ്രൂപ്പുകളുണ്ട്? ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയാ പറഞ്ഞു വെക്കുന്നത്? നേരത്തെ നമ്മൾ കേട്ട അതേ തൊഴിയൂർ സക്കാഫി തന്നെ ഇവന്റെ ഉസ്താദിനെ കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട്, അത് നമുക്കൊന്ന് കേൾക്കാം. സാക്ഷാൽ മുസ്ലിം ജമാഅത്തിന്റെ നേതാവ്, കാന്തപുരം സമസ്തയുടെ മുഷാവറയുടെ സെക്രട്ടറി, കുറ്റ്യാടിക്കാരൻ നിഴൽവാദിയായ മൗലവി പരസ്യമായി പറയുന്നു, ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെ പോലെയാണ് ഇവനെക്കാളും ലക്ഷണം കെട്ടവൻ, ഇവനെക്കാളും നശിച്ച നാവിന്റെ ഉടമ ഈ ഉലകത്തിൽ മറ്റാരുണ്ട്? അല്ലാഹു ആ ദജ്ജാലിന്റെ ശർറിൽ നിന്ന് ഈ ഉമ്മത്തിന് കാവല് നൽകട്ടെ. റസൂലിനെ പറ്റി പറഞ്ഞ ഇവൻ ദജ്ജാൽ അല്ലെങ്കിൽ ലോകത്താരാ ദജ്ജാൽ? ദജ്ജാലൂന കദ്ദാബൂൻ,
കബളിപ്പിക്കുന്നവൻ, വിശ്വാസികളെ കബളിപ്പിക്കുന്ന വ്യാജനാണിവൻ, കള്ള ശരീഅത്തുവാദിയാണിവൻ. ഇവൻ കപടനാണ്, ഇവൻ കള്ളനാണ്, ഇവൻ വഞ്ചകനാണ്. പറയുന്നത് ഞാനല്ല, മുത്ത് റസൂല് പറയുകയാ. കേട്ടില്ലേ സഹോദരങ്ങളെ, ഒരേ ആദർശത്തിന്റെ ആളുകളാണ്. ഇനി ഇത് കൊണ്ട് മാത്രം തീരുമോ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തന്നെ പുതിയൊരു പ്രസ്ഥാനക്കാര് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിക്കെതിരെ സംസാരിച്ചിട്ടില്ലേ? പുതിയ പ്രസ്ഥാനം ഇപ്പൊ ഇടക്കിടക്ക് അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ശിർക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും ഞാൻ ചോദിച്ചോളൂന്നില്ല. എത്രയാണാ ചോദിച്ചത്? ഇവരൊക്കെ ഇപ്പോൾ ഒരേ ആദർശത്തിൽ തന്നെയാണോ ഉള്ളത്? ഇവന്റെ ആദർശം തന്നെയാണോ പേരോടിനുള്ളത്? പേരോടിന്റെ ആദർശമാണോ പകരക്കുള്ളത്? പകരുടെ ആദർശമാണോ അലവിക്കുള്ളത്? അലവിയുടെ ആദർശമാണോ മുള്ളൂർക്കര സക്കാഫിക്കുള്ളത്? മുള്ളൂർക്കര സക്കാഫിയുടെ ആദർശമാണോ കോട്ട് സക്കാഫിക്കുള്ളത്? കോട്ട് സക്കാഫിയുടെ ആദർശമാണോ വഹാബ് സക്കാഫിക്കുള്ളത്? വഹാബ് സക്കാഫിയുടെ ആദർശമാണോ പകര അഹസനിക്കുള്ളത്? പകരയുടെ ആദർശമാണോ പേരോട് സക്കാഫിക്കുള്ളത്? പേരോട് സക്കാഫിയുടെ ആദർശമാണോ കാന്തപുരത്തിനുള്ളത്? കാന്തപുരത്തിന്റെ മകന്റെ ആദർശമാണോ പേരോടിന്റെ മകനുള്ളത്? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ പ്രശ്നത്തിൽ കിടക്കുന്നവനാണ് വന്ന് മുജാഹിദുകൾ 8 ഗ്രൂപ്പായി എന്ന് പറയുന്നത്. പന്നിപ്പേറ് പോലെ 1,000 ഗ്രൂപ്പുകളാണ് ഇവർക്കുള്ളത്. അതിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ വേറെയും. എല്ലാവരും സാധാരണ പറയും കോൺഗ്രസിന് ഒരുപാട് ഗ്രൂപ്പുകളാണ് എന്നാണ്. അതിനേക്കാളും കടക്കും, അതിന്റെ 10 മടങ്ങ് കൂടുതലാണ് സമസ്തയുടെ ഗ്രൂപ്പുകൾ. 2 കാലിലും മന്തുള്ളവൻ മറ്റുള്ളവന്റെ കാല് നോക്കി മന്ദകാല എന്ന് വിളിക്കുന്നത് പോലെ ബിദ്അത്തും ഖുറാഫാത്തിലും മുങ്ങിക്കുളിച്ചു നിൽക്കുന്നവൻ മുജാഹിദുകളെ നോക്കി ബിദ്അഇ എന്ന് വിളിക്കും എന്നതാണ് അതിലേറെ ബഹുരസം. പല്ലില്ലാത്തവനെ പല്ല എന്ന് വിളിക്കുന്നത് പോലെ കാലങ്ങളായി മുസ്ലിയാക്കന്മാർ ഇത് നിരന്തരം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. സത്യത്തിൽ ബിദ്അത്തിന്റെ ആളുകൾ ആരാണ്? ഖുറാഫി മുസ്ലിയാക്കന്മാരാണ്. ശിർക്കും കുഫറും പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇതേ തലയ്ക്കെട്ട് മൊല്ലാക്കന്മാർ തന്നെയാണ്. പിന്നെ കാഫിറാക്കുന്നു എന്നൊക്കെയുള്ള പ്രയോഗം അത് സ്വന്തം ഉസ്താദുമാരോടും നേതാക്കന്മാരോടും പോയി പറയുക. മുജാഹിദുകളെ ഒറിജിനൽ മുശ്രിക്കുകളാണ് എഴുതി വെച്ചവർ നിങ്ങളാണ്. അതുപോലെ തന്നെ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ ഷംസുലുലമ കാഫറാണെന്ന് CM മടവൂര് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇന്നും EK സമസ്തക്കാർ മാപ്പ് കൊടുത്തില്ല. അതുപോലെ ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫറുമാണെന്നും സമസ്തയുടെ ഫത്വയാണ് ഇന്നും കീറിക്കളഞ്ഞിട്ടില്ല. അതുകൊണ്ട് മാഞ്ഞാളക്കാര സ്വന്തം കാലിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് മതി മറ്റുള്ളവന്റെ കാലിന് കമന്റ് പറയാൻ നിൽക്കൽ. പിന്നെയും ഇവൻ പലതും തള്ളുന്നുണ്ട്. തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. സമസ്തക്കാർ മുശ്രിക്കാണെന്ന് പറയുന്നു, എന്നിട്ട് സലാം പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവന്റെ നേതാക്കന്മാരെ മുജാഹിദുകളെ കുറിച്ച് പറഞ്ഞു വെച്ചത് എന്താണ്? ഒന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം നമുക്ക്. അയൽവാസി സലഫി ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട വെള്ളം അവന്റെ വെള്ളം മാങ്ങാൻ വേണ്ട, അവന്റെ പരിപാടിക്ക് പോകണ്ട. അയൽവാസിയായ സലഫി മരിച്ചാൽ അവന്റെ പൊരക്ക് പോകണ്ട, അവന്റെ മയ്യത്ത് സംസ്കരണത്തിൽ കൂടണ്ട, വെള്ളം ചോദിച്ചാൽ കൊടുക്കണ്ട. അതേസമയം അയൽവക്കക്കാരനായ ഒരു ഹൈന്ദവ സുഹൃത്ത് അവൻ വെള്ളം കേട്ടാൽ കൊടുക്കണം, ഭക്ഷണം കേട്ടാൽ കൊടുക്കണം. നിങ്ങൾ താജുശ്ശേരി ആരിക്കുഞ്ഞ് ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? നിന്റെ വീട്ടിന്റെ അടുത്തൊരു BJP-ക്കാരന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു കുഞ്ഞ് കരയുന്നത് കേട്ടാൽ നീ രാത്രി പോകണം, അവിടെ ചോദിക്കണം എന്റെ കുട്ടി കരയുന്നെന്ന്. വെള്ളം വേണമെങ്കിൽ വെള്ളം കൊടുക്കണം, കഞ്ഞി വേണമെങ്കിൽ കഞ്ഞി കൊടുക്കണം. അതേസമയം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധിയായവന്റെ വീട്ടിലേക്ക് നീ കടക്കാൻ പാടില്ല. കാരണം നീ പോയാൽ നീയും അവന്റെ കൂട്ടത്തിൽ പെട്ടുപോകും. ചിക്കമംഗളൂർക്ക് സഹോദരങ്ങളെ കുരുമുളക് കച്ചവടത്തിന് വന്നിട്ട് സുന്നിയായ ആള് സൽഫിയായതുപോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇബാദത്തിൽ പവർഫുൾ, അക്കടപാടുകൾ പവർഫുൾ, ബാത്തിൽ ഇത് തിന്നാൻ പാടില്ല. SSF-ലും SYS-ലും എല്ലാത്തിലും പ്രവർത്തിക്കണം, ഉഷാറാകണം. കൂടെ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ കൂടെ കൂടാനും പാടില്ല. കുറെ ആൾ SSF ഉണ്ട്, SYS ഉണ്ട്, എല്ലാം ഉഷാറിൽ പ്രവർത്തിച്ച് മക്കളായി, ഭാര്യയായി, വീടെല്ലായി, എല്ലാം ഉഷാറായി SSF-ലൂടെ പ്രവർത്തിച്ച് വന്നിട്ട് വലുതായതാണ്. ഇപ്പോ എല്ലാം ഏത് സലഫിയും പറ്റുന്നു. ചില ആളുകൾ അവസ്ഥയാണ്, അത് പറ്റൂല. നമ്മക്ക് പറ്റാത്തത് പറ്റൂല, ഒരു കാലത്തും പറ്റൂല. കുറെ പൈസ ആയിട്ട് ഉഷാറായപ്പോ ഇപ്പൊ ആരും പറ്റും എന്നൊരു തീരുമാനം ഇസ്ലാമിലില്ല. ഹബീബായ മുത്തനബി തങ്ങൾ പറഞ്ഞു, ഇയ്യാകും ഇയ്യാഹും, നിങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ സൂക്ഷിക്കണം. അവരെ വീട്ടിൽ നോക്കി ചിരിക്കാൻ പാടില്ല, അവർക്ക് സലാം പറയാൻ പാടില്ല. അവർ സലാം പറഞ്ഞാൽ അസ്സലാമു അലൈക്കും, ഉപ്പാട്, തുളൂരി പറഞ്ഞ പോലെ അല്പ ഉപ്പാട് അല്ലേ, തുളൂരി പറയും അല്പ ഉപ്പാട്. എന്തില്ല അസ്സലാമു അലൈക്കും, അത് അവൾ അല്പ ഉപ്പാട് നക്ക് എനിക്ക് പിടിച്ച് നിന്നെത്ര അറിയില്ല, ನನಗೆ വേണ്ട പറയാൻ ധൈര്യം കാണിക്കണോ. അതാണ് ഈമാന്റെ പവർ. ഒരു അലൈക്കും സലാം പറഞ്ഞാൽ പിന്നെ വന്നിട്ട് ഓൻ തരുന്ന നിനക്ക് CD ആയിരിക്കും, കള്ള മൗലവിമാര് പ്രസംഗമായിരിക്കും.
നീ കൊണ്ടുപോയിട്ട് പൊരേരി കെട്ടിട്ട് നേരല്ല ഒക്കല്ല. നിന്റെ പള്ളിയിൽ ഉസ്താദുമാരുണ്ട്, അവരോട് വന്നിട്ട് സംശയം നിവാരണം ചെയ്യാൻ നിനക്ക് സമയമില്ല. ഏതോ ഒരു കള്ള സലഫി തന്ന സീഡിയും കേട്ടിട്ട് നീ അതും സത്യമല്ല ഇതും സത്യം, എല്ലാം സത്യാവോ? എല്ലാം സത്യം ഉണ്ടാവോ ലോകത്ത്? ഇല്ല. എല്ലാ റൂട്ടിൽ പോയാലും ഒരേ റൂട്ടിലേക്ക് നേരെ പോയെങ്കിൽ എത്തും, തിരിഞ്ഞു മറിഞ്ഞിട്ടല്ല എത്തൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, സുന്നത്ത് ജമാഅത്തിൽ പവർഫുൾ ആകണം, സംഘടനാ പ്രവർത്തകരാകണം. അതിനേക്കാൾ ഉപരി സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ നായി തൊട്ട കലം പോലെ ദൂരം വെക്കണം. നമ്മളെ ഉമ്മാമ്മമാർ പറഞ്ഞു നായി കലം തൊട്ടെങ്കിൽ എന്താ കലം. എന്നിട്ട് നാണമില്ലാതെ മക്കയിലും മദീനയിലും ഒക്കെ പോയി വഹാബി നേതാക്കന്മാരായ പണ്ഡിതന്മാരായ ആളുകളെ തുടർന്ന് നിസ്കരിക്കുകയും അവരോട് സലാം പറയുകയും അവരോട് കുശലം പറയുകയും എല്ലാവിധ സൗഹാർദ്ദങ്ങളും നിലനിർത്തുകയും ഒക്കെ ചെയ്ത് അത് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിപ്പിക്കുകയും അത് വലിയ ക്രെഡിറ്റ് ആയിക്കൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ സ്റ്റേജിലൂടെ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഇപ്പോൾ വന്ന് ഇവിടെ ഈ ഗീർവാണം മുഴക്കുന്നത്. സാബിയെ വെളുപ്പിക്കാൻ വായി തോന്നിയതൊക്കെ കോതക്ക് പാട്ടി എന്ന രീതിയിൽ വിളിച്ചു പറഞ്ഞ റാസ വ്ളോഗറോട് പറയാനുള്ളത്, വിവരക്കേടൊരു അലങ്കാരമല്ല ഇങ്ങനെ കൊണ്ടു നടക്കാനെന്നാണ്. മെഴുകാൻ വരുന്ന നീ ചെയ്യേണ്ടത്, സാബി പറഞ്ഞത് സത്യമാണ് എങ്കിൽ അവിടെ മദീനയിലെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്, ആഘോഷത്തിന്റെ ഭാഗമായി മധുരപലഹാരം വിതരണം ചെയ്തിട്ടുണ്ട്, ആഘോഷത്തിന്റെ ഭാഗമായി മൗലിദ് സദസ്സുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ആഘോഷത്തിന്റെ ഭാഗമായി റാലി സംഘടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കുകയാണ് വേണ്ടത്, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ വായിക്ക് തോന്നിയത് കോതക്ക് പാട്ടി എന്ന രീതിയിൽ വിവരക്കേടുകൾ എഴുന്നള്ളിച്ച് ആളാകാൻ നോക്കുകയല്ല വേണ്ടത്. മാഞ്ഞാള മുസ്ലിയാരോട് പറയാനുള്ളത്, ആദർശത്തെ ആദർശം കൊണ്ട് നേരിട്, ആരോപണം പറഞ്ഞല്ല നേരിടേണ്ടത്. വീഡിയോ ലെങ്ത് കൂടണ്ട എന്നുള്ളത് കൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ നിർത്തുന്നു. ഇത്തരം പുരോഹിതന്മാരുടെ ഫിത്നയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.